ചേട്ടാ, മൂക്കൻ കുന്നിൻ്റെ തെക്കേ ഭാഗത്തല്ലേ ചോർപ്പൻ കുളം? അല്ല, കിഴക്കാ? അല്ല, തെക്കാ. അതിൻ്റെ കിഴക്ക് ഇളിയൻപാറ. ഇളിയൻപാറ ജലദോഷിക്കുന്നിൻ്റെ പടിഞ്ഞാറാ. അല്ല, ചോർപ്പൻ കുളത്തിൻ്റെ തെക്കാ. അല്ല, അത് തെറ്റാ. ചേട്ടൻ പറഞ്ഞതാ തെറ്റ്. ശരു, ഇതുപോലുള്ള സംശയം തീർക്കാൻ ഒരു വഴിയുണ്ടാക്കണം. വേണ്ട. അതെന്താ? വഴിയുണ്ടാക്കിയാൽ പിന്നെ വഴി തെക്കാണോ വടക്കാണോ എന്നൊക്കെ പറഞ്ഞ് ഇവന്മാർ അടിപിടിയാവും. ആ വഴി അല്ലടോ. സ്ഥലങ്ങൾ എവിടെയാണെന്ന് മനസ്സിലാക്കാൻ ഒരു സൂത്രം വേണമെന്ന്. ഒരു മാപ്പ്. മാപ്പോ? മാപ്പ് പറയുന്നത് എന്തിനാ? മാപ്പ് എന്ന് വെച്ചാൽ ഭൂപടം. കുന്ന്, പുഴ, കുളം, പാറ ഇതൊക്കെ അടയാളപ്പെടുത്തുന്ന പരിപാടി. ദേ, ഇവിടെ മൂക്കൻ കുന്ന്, അപ്പുറത്ത് ജലദോഷിക്കുന്ന്. പണി തീർന്നാൽ ഇവിടെ ബോർഡ് വയ്ക്കണം. സൂത്രൻ മാപ്പ് എന്നു പേരിടാം. കുന്നായിട്ട് തോന്നാൻ കുന്നുപോലെ മണ്ണിടാം. ഇവിടെ ഇളിയൻപാറ. ഈ കല്ല് വയ്ക്കാം. ഒറിജിനാലിറ്റി കിട്ടും. ശരു, താൻ തുളയുള്ള കല്ല് കുറേ കൊണ്ടുവാ. അതെന്തിനാ? ഗുഹ പോലെ വയ്ക്കാനാടോ. താൻ വരുമ്പോഴേക്കും ഞാൻ കുറേ വർക്ക് തീർത്തു വയ്ക്കാം. തുളയുള്ള കല്ല് 10-20 കൊണ്ടുവന്നു. ഹമ്പോ, ഇത് സൂപ്പർ. വഴിയും പുഴയുമൊക്കെ വരച്ചു. പാറയ്ക്കു പകരം കല്ലു നിരത്തി. മരത്തിനു പകരം ചെടിയുടെ കമ്പും വെച്ചു. ഇതെന്താ നടുക്ക് വളഞ്ഞ വര? അത് പുഴയാ. ജലദോഷിക്കുന്നിൽ നിന്നല്ലേ പുഴ വരുന്നത്. ഞാൻ ആനച്ചേട്ടനെ വിളിക്കാം. ആനച്ചേട്ടനോ? ഓ, ഇതു കാണിക്കാനാ. വന്നല്ലോ. ഒറിജിനൽ വെള്ളമാണെങ്കിൽ ശരിക്കും പുഴയായിട്ട് തോന്നും.